ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുവചനം പഠിക്കുവാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ ഞങ്ങളെ ചേർത്ത് വരുത്തിയതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് തിരുവചനം പഠിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും മാനുഷികമായ ബുദ്ധിയിൽ ഞങ്ങൾ ഒരു ചുവട് പോലും വയ്ക്കുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഏതാത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൽ തന്നെ അവിടുത്തെ തിരുവചനം ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്കിന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിസ്സാരനായ അടിയനെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, ഒരുമിച്ച് ഹോളിൽ കൂടി വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ വീണ്ടും നമുക്ക് ദൈവം ഒരവസരം കൊടുത്ത് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ ലഭിക്കുന്നതായ വെളിപ്പാടാണ്. അവിടെ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ഈ വെള്ള സിംഹാസനത്തിലെ ആ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയുടെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ സാഹചര്യം ഏതാണ് എന്ന് വിശദമായി പറയുവാൻ ഞാനിപ്പോൾ സമയമെടുക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട്, കേട്ടാൽ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ സാധിക്കും. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. 19-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 19 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന് മുമ്പാകെ താഴ്ച അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകരെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്, മെഗീദോ താഴ്വരയിൽ ഹർമഗദോൻ യുദ്ധം.
അവിടെ അശ്വാരൂഢനായി തേജസ്സോടെ മടങ്ങി വന്നിരിക്കുന്ന, എഴുന്നള്ളിയിരിക്കുന്ന, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതായ ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാർ, കോടാനുകോടി ദൂതന്മാർ, കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ, ക്രിസ്തുവിനോടും വിശുദ്ധന്മാരോടും സ്വർഗീയ ദൂതന്മാരോടുമെല്ലാം യുദ്ധം ചെയ്യുവാൻ മൃഗം ആരാണ്? ആൻറ്റി ക്രൈസ്റ്റ് 7 വർഷം ഈ ഭൂമിയിൽ അടക്കി ഏകാധിപതിയായി ഭരണം നടത്തിയിരുന്ന എതിർ ക്രിസ്തു ആൻറ്റി ക്രൈസ്റ്റ് മൃഗം സകല ഭൂരാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി തേജസ്സോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ക്രിസ്തുവിനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാനായി വന്നുകൂടിയിരിക്കുന്നതായ കാഴ്ച യോഹന്നാൻ കാണുകയാണ്. 20-ാം വാക്യം, മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഒരു സാത്താന്യ തൃത്വ ശക്തിയാണ് ഭരണം നടത്തുന്നത്. വെളിപ്പാട് 13-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ കാര്യം വ്യക്തമാകുന്നത്. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, ജനസാഗരം, കടൽ, ജനസഞ്ചയം, എല്ലാ ജനങ്ങളുടെ ഇടയിൽ നിന്നും, ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ഇടയിൽ നിന്ന് എല്ലാവരുടെയും സപ്പോർട്ടോടെ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എതിർ ക്രിസ്തു ആൻറ്റി ക്രൈസ്റ്റ് മൃഗം, കരയിൽ നിന്ന് കയറി വരുന്ന കള്ളപ്രവാചകൻ. കരയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നത് കള്ളപ്രവാചകനാണ്. ഒരു സ്പിരിച്വൽ ലീഡറായിരിക്കാം. സാത്താനും പിശാചും എന്ന പഴയ പാമ്പ്, ഇങ്ങനെ 3 പൈശാചിക തൃത്വങ്ങൾ ചേർന്നാണ് ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഭൂമിയിൽ ഭരണം നടത്തുന്നത്. ഓർക്കണം, ആരെല്ലാമാണ്? കടൽ എന്ന് പറയുന്നിടത്തെല്ലാം ജനസഞ്ചയമാണ്, മനുഷ്യ മഹാസാഗരം. എല്ലാവരുടെയും, എല്ലാ രാജ്യങ്ങളുടെയും, എല്ലാ രാഷ്ട്രങ്ങളുടെയും എല്ലാം പൂർണ്ണ പിന്തുണയോടെ ഒരു നേതാവ്, രാഷ്ട്രീയ നേതാവ് ഈ ലോകത്ത് ഉയർന്നു വരും. അവനാണ് എതിർ ക്രിസ്തു. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. നമുക്ക് വെളിപ്പാട് 13-ലേക്ക് വരുമ്പോൾ അതാരാണെന്ന്, ഏതെല്ലാം രാഷ്ട്രങ്ങളാണ് എന്നെല്ലാം കീഴോട്ട് പറയുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ കരയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗമുണ്ട്, കള്ളപ്രവാചകൻ, സാത്താനും പിശാചും എന്ന പഴയ പാമ്പ്. ഇവർ 3 പേരും കൂടിയാണ് സകല ഭൂരാജാക്കന്മാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മടങ്ങി വരുന്ന ക്രിസ്തുവിനോട് യുദ്ധത്തിനായി വരുന്നത്. എന്ത് സംഭവിക്കും? ഇവിടെ മൃഗത്തെയും, അന്ന് ഈ കള്ളപ്രവാചകൻ മനുഷ്യരെ ചതിക്കും, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലുമൊക്കെ. ഇന്നും പല ആത്മീയ രംഗങ്ങളും മനുഷ്യനെ ചതിക്കുന്ന ആത്മീയ രംഗങ്ങളാണ്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിച്ച് കളയുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, മത്തായി 24-ാം അധ്യായം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങൾ ഇന്ന് ആത്മീക രംഗങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അങ്ങനെ ഈ കള്ളപ്രവാചകൻ ആത്മീയത്തിന് പേരും പറഞ്ഞുകൊണ്ട് ജനത്തെയെല്ലാം വഞ്ചിക്കുകയും മൃഗത്തെയും അതിന് പ്രതിമയെ നമസ്കരിക്കുവാനായി ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകും. എന്നാൽ അതുപോലെ തന്നെ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാത്തവരുണ്ട്.
666 മുദ്ര. അതും പഠിക്കണമെങ്കിൽ വെളിപ്പാട് 13 നാം പോകണം. പിന്നീട് നമുക്ക് ചിന്തിക്കാം. അതല്ല, ഈ മൃഗത്തെ നമസ്കരിക്കുകയും മൃഗത്തിൻ്റെ മുദ്രയേൽക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആത്മീയത്തിൻ്റെ പരിവേഷമണിഞ്ഞ് പ്രവർത്തിച്ച കള്ളപ്രവാചകൻ ഈ മൃഗത്തെയും എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഒന്നാമത്തെ കാര്യം. വീണ്ടും രണ്ടാമത്തെ കാര്യം 20-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഒരു ദൂതൻ ഇവരെ തള്ളിയതിനു ശേഷം അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും അഗാധകൂപത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അപ്പോൾ ഈ കള്ളപ്രവാചകനെയും എതിർക്രിസ്തുവിനെയും തീയും ഗന്ധകവും കത്തുന്നതായ തീപ്പൈകയിലേക്ക് നിത്യനരകത്തിലേക്ക് തള്ളിയിട്ടു. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയതായ നിത്യാഗ്നിയിലേക്ക് തള്ളിയിട്ടു. നിത്യ നരകത്തിലേക്ക് തള്ളിയിട്ടു. അവരുടെ കാര്യം ക്ലോസ് ചെയ്തു. എന്നാൽ ഈ സാത്താനും പിശാചും എന്ന പഴയ പാമ്പിനെ ആ സമയത്ത് തള്ളിയിടുന്നില്ല. ന്യായം വിധിച്ച് നിത്യനരകത്തിലേക്ക് തള്ളുന്നില്ല. ഒരു ദൂതൻ അഗാധകൂപത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയുമായി ഇറങ്ങി വന്ന് ഈ സാത്താനെ ബന്ധിച്ച്, സാത്താനും പിശാചും എന്ന പഴയ പാമ്പ് ലൂസിഫറിനെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ അടച്ചുപൂട്ടിയിടുന്നു. ഇനിയും അവനെ 1000 ആണ്ട് ഭരണം കഴിയുമ്പോൾ അല്പനേരത്തേക്കൊന്ന് അഴിച്ചുവിടേണ്ടതാകുന്നു. അത് പിന്നീട് കീഴ്ട്ട് വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. അത് എന്തെല്ലാമാണെന്നൊക്കെ നാം കാണുന്നുണ്ട്. പിന്നെ ചിന്തിക്കാം. അപ്പോൾ ഈ ലൂസിഫർ, സാത്താനും പിശാചും എന്ന പഴയ പാമ്പ് ആ അഗാധകൂപത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വേറൊരു കൂട്ടം കിടക്കുന്നുണ്ട്. വേറൊരാൾ അഗാധകൂപത്തിൽ കിടക്കുന്നുണ്ട്. ആരാന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അതാരാണെന്ന് പറയാൻ പറ്റുമോ? ഈ സാത്താനും പിശാചും എന്ന പഴയ പാമ്പ് എന്ന് പറയുന്നത് ലൂസിഫറിനെ അഗാധകൂപം തുറന്ന് അവിടേക്ക് തള്ളിയിടുമ്പോൾ അവിടെ വേറൊരു കൂട്ടം കിടക്കുന്നുണ്ട്. ആരാണത്? ആർക്കും പറയാമോ? ഓർക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ള കാര്യമാണത്. ആദ്യകാലത്ത് ബൈബിൾ ക്ലാസ്സിൻ്റെ ആരംഭ സമയത്ത് നാം അല്പമായിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ട്. യൂദായുടെ ലേഖനം 6-ാം വാക്യം എടുത്ത്. യൂദായുടെ ലേഖനം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ വേറെ ചില ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് ഈ അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതാരാണ്? ലൂസിഫർ അല്ലാതെ വേറെ ആരാണത്? ഇവിടെ യൂദായുടെ ലേഖനത്തിൽ നാം കാണുന്നത് അവിടെ മറ്റൊരു കൂട്ടരുണ്ട് എന്നാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും ചെയ്തതുപോലെ അന്യ ജഡം മോഹിച്ച് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. വേറെ എങ്ങും അതിനെക്കുറിച്ചുള്ളതായ സൂചനകളൊന്നും കാണുന്നില്ല. അങ്ങനെയാണ് നാം കാണുന്നത്.
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാതിരിച്ചു. അപ്പോൾ ഈ ചങ്ങലക്കിട്ട് അഗാധകൂപത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നതായ ദൂതന്മാർക്ക് തുല്യമായി, അവർക്ക് തുല്യമായി സമമായി ദുർനടപ്പ് ആചരിച്ചവരാണ് ആര്? ഈ മാലാഖമാർ. നിങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ മാലാഖമാർ അഗാധ കൂപത്തിൽ ചങ്ങലക്കിട്ട് ആക്കിയിരിക്കുന്നതായ ഈ ദൂതന്മാർ ചെയ്തതുപോലെ തന്നെ അന്യജഡം മോഹിച്ച് അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചവരാണ് ആര്? സോദോം ഗോമോറയിലെ ആളുകൾ. സോദോമും ഗോമോറയിലും ഉള്ളവർ ഈ മാലാഖമാർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചവരാണെന്ന്. ക്ലിയറായോ? അപ്പോൾ നാം ഓർക്കണം, ഇവിടെ ചങ്ങലക്കിട്ടിരിക്കുന്ന വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് തൊട്ടു മുമ്പായി, ആ സിംഹാസനം സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപായി ഹർമഗദോൻ യുദ്ധത്തിൽ, ആ മെഗീദോ താഴ്വരയിൽ നടന്ന യുദ്ധത്തിൽ എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നിത്യനരകത്തിലേക്ക് തള്ളി ഈ ലൂസിഫറിനെ, സാത്താനും പിശാചും എന്ന പഴയ പാമ്പിനെ പിടിച്ച് കെട്ടി ഈ അഗാധകൂപത്തിലേക്ക് ഇടുന്നു. അപ്പോൾ അവിടെ അതിനു മുൻപ് അവിടെ ചങ്ങലയിൽ കിടക്കുന്ന മറ്റൊരു കൂട്ടമുണ്ട്. അവരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരാരാണ്? സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും ചെയ്തതുപോലെ അന്യജഡം മോഹിച്ച ദൂതന്മാർ, അന്യജഡം മോഹിച്ച് സ്വന്തം വാസസ്ഥലം വിട്ടുപോയതായ ദൂതന്മാര്. അവരാരാണ്? സോദോമും ഗോമോറയും ചെയ്തതുപോലെ അന്യജഡം മോഹിച്ചതായ ദൂതന്മാർ അവരാരാണ്? ഇവിടെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ അവരാരാണ്? ചില സംശയങ്ങൾ വരും, ഇല്ലേ? നമ്മൾ ചിന്തിക്കുമ്പോൾ ചില സംശയങ്ങൾ നമ്മിൽ ഉയർന്നു വരും. ദൂതന്മാർക്ക് സോദോമിലുള്ള മനുഷ്യർ ചെയ്തതുപോലെ ചെയ്യാൻ കഴിയുമോ? അവർക്കതിന് പറ്റുമോ? ഇങ്ങനെയുള്ളതായ ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുക സ്വാഭാവികമാണ്. സോദോമിലും ഗോമോറയിലും ഉള്ളവർ ചെയ്തതുപോലെ അന്യജഡം മോഹിച്ച് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അഗാധകൂപത്തിൽ അടച്ചിട്ടിരിക്കുന്നു എന്ന്. ആരാണ് ഈ ദൂതന്മാർ? അന്യജഡം മോഹിച്ചതായ ഈ ദൂതന്മാർ, സ്വന്തം വാസസ്ഥലം വിട്ടുപോയതായ ദൂതന്മാർ അവരാരാണ്? ദൂതന്മാർക്ക് സോദോമിൽ നടന്നതുപോലെ ചെയ്യാനായിട്ട് പറ്റുമോ? ദൂതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരാത്മജീവികളാണ്. സ്പിരിറ്റ് ബീയിങ്സ്. ശരീരമില്ല, ആത്മജീവികളാണ്. സ്പിരിറ്റ് ബീയിങ്സ് ആണ് ദൂതന്മാർ. ഇവിടെ ഈ ദൂതന്മാർ അഗാധകൂപത്തിൽ അടയ്ക്കപ്പെടാൻ തക്കവണ്ണം അവർ ചെയ്ത തെറ്റ് ഇന്ന തെറ്റാണ് എന്ന് തറപ്പിച്ചങ്ങ് പറയാൻ തക്കവണ്ണം വാക്യങ്ങളൊന്നും തന്നെ നാം ബൈബിളിൽ കാണുന്നില്ല. എന്നാൽ ചില വാക്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ അതിനുള്ളതായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെന്നാണ്. സ്വന്തം വാസസ്ഥലം വിട്ടുപോയതായ ദൂതന്മാർ. ഇവിടെ ബൈബിളിൽ അതിൻ്റെ മൂലഭാഷയിൽ വാസസ്ഥലം എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്ക്, അതേ വാക്ക് തന്നെയാണ് 2 കൊരിന്ത്യർ ലേഖനം
15 അധ്യായം 1 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറയാം, ഇവിടെ ഈ വേദഭാഗത്ത് സ്വന്തം വാസസ്ഥലം എന്നുള്ള ആ പദം അതിനുപയോഗിച്ചിരുന്ന അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് 2 കൊരിന്ത്യർ 15:1 അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒയ്ക്കാറ്റേറിയോൻ എന്നുള്ളതായൊരു വാക്ക്. 2 കൊരിന്ത്യർ 15:1 നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ സ്വന്തം വാസസ്ഥലം എന്നുള്ള അതേ പദമാണ് അപ്പോസ്തലനോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒയ്ക്കാറ്റേറി എന്നുള്ളതായ പദം, ഗ്രീക്ക് പദം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, വാസസ്ഥലം എന്നുപയോഗിക്കുന്ന അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ് ഈ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം എന്ന് പറയുന്നത്? നമ്മുടെ ഈ ശരീരമാണ്. അവിടെ ഒയ്ക്കാറ്റേറിയൻ എന്നുള്ളതായ ഗ്രീക്ക് പദത്തിൽ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ശരീരമാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരണം. അപ്പോൾ ഈ മാലാഖമാർ അവരുടെ ആ ശരീരം, ദൈവം അവർക്ക് നൽകിയിരുന്നതായ സ്പിരിച്വൽ ബോഡി, ആത്മശരീരം, അവർക്ക് നൽകിയിരുന്നതായ ആ ആത്മശരീരത്തിൽ അവർക്ക് വസിപ്പാൻ തക്കവണ്ണം കൂടാരമായ അവരുടെ ഭവനം, ആ ആത്മശരീരത്തിൽ അവർക്ക് തൃപ്തിയില്ലാതെ അവര് മറ്റൊരു ശരീരം എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ദൈവം അവർക്ക് നൽകിയ ബോഡി, ആ ആത്മശരീരത്തിൽ അവർക്ക് തൃപ്തിയില്ലാതെ മറ്റൊരു ശരീരം എടുക്കാനായിട്ട് അവരിഷ്ടപ്പെട്ടു. എന്നിട്ട് ആ ശരീരം കൊണ്ട്, ആ ബോഡി കൊണ്ട് സോദോമും ഗോമോറായും ചുറ്റുമുള്ളതായ പട്ടണങ്ങളും ചെയ്തു പോകുന്നതുപോലെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് അവരാഗ്രഹിച്ചു. ചെയ്തു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് കരുതുന്നു. ദൈവം അവരെ ആക്കിയിരുന്ന വാസസ്ഥലം, ആ ബോഡി, അവരുടെ ആ സ്പിരിച്വൽ ബീയിങ്സ്, ആ ആത്മശരീരത്തിൽ അവർ തൃപ്തിയില്ലാതെ സോദോമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും നടന്നതുപോലെ നടക്കാൻ തക്കവണ്ണമുള്ള ഒരു ബോഡി, ഒരു വാസസ്ഥലം, ഒരു ശരീരം അവരാഗ്രഹിച്ചു. അവരങ്ങനെ ചെയ്തു എന്നു പ്രവർത്തിച്ചു എന്നുള്ളതിനൊന്നും തെളിവില്ല. ഇതറിഞ്ഞതായ ദൈവം, അവരുടെ ഉള്ളത്തിലെ ഈ ആഗ്രഹത്തെ അറിഞ്ഞതായ, അവരുടെ നിലവുകളെ അറിഞ്ഞതായ ദൈവം അവരെ പിടിച്ച് അന്ധകാരത്തിൻ്റെ കീഴിൽ ചങ്ങലക്കിട്ട് പൂട്ടി. വീണുപോയ ദൂതന്മാർ അവരാണുള്ള പിശാചുക്കളായി മാറിയത്. ഒരു കൂട്ടം ലൂസിഫർ മാത്രമല്ല, ഏതാണ്ട് 3 വൃന്ദം ദൂതന്മാർ വീണുപോയി എന്നാണ് വേദ പണ്ഡിതന്മാർ പലരും പറയുന്നത്. 3 വൃന്ദം ദൂതന്മാർ. കോടാനുകോടി മാലാഖമാരുണ്ട്. അങ്ങനെ അതിലേക്ക് പോയാൽ അല്പം വിസ്തരിച്ച് പോകുന്നുള്ളത് ഞാൻ തൊട്ടു പോകാൻ വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ദൈവമാക്കിയ വാസസ്ഥലത്തിൽ തൃപ്തിയില്ലാതെ, ആ സ്പിരിച്വൽ ബോഡിയിൽ തൃപ്തിയില്ലാതെ, സോദോമിലും ഗോമോറയിലുമുള്ളതായ ആളുകൾ ആ അധാർമികമായി ജീവിച്ചതുപോലെ ജീവിക്കാൻ തക്കവണ്ണമുള്ളതായ ഒരു ബോഡി, ഒരു ഭൗമ ശരീരം, വാസസ്ഥലം അവരാഗ്രഹിച്ചു. ഇതറിഞ്ഞ ദൈവം അവരെ പിടിച്ച് അന്ധകാരത്തിന് കീഴിൽ ചങ്ങലക്കിട്ടെന്ന് പൂട്ടി. യുഗാരംഭത്തിന് മുമ്പാട്ടോ, മനുഷ്യനൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നടക്കുന്നതായ കാര്യമാണത്. ഈ ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഭൂമിയെ സൃഷ്ടിക്കാൻ തന്നെ കാരണം അവരിൽ ഈ ചങ്ങലക്കിടാത്ത മറ്റൊരു കൂട്ടത്തെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലൂസിഫറിനെയും കൂട്ടരെയും പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് തന്നെ. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ ആർത്ത് ഘോഷിക്കുമ്പോൾ
ഞാൻ ഭൂമിക്ക് അടിത്തറയിട്ടൊന്ന് യോബിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഒരു കൂട്ടത്തെ അന്ന് ലൂസിഫറിനെയും കൂട്ടത്തെയും സ്വർഗത്തിൽ നിന്ന് മാറ്റി ഭൂമി അവർക്ക് വേണ്ടി സൃഷ്ടിച്ച് ഭൂമിയിൽ പാർപ്പിനാക്കുമ്പോൾ ഒരു കൂട്ടത്തെ അന്ന് ബന്ധിച്ച് ചങ്ങലക്കിട്ടു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെ നമുക്കൊന്ന് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി. നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം ചൊല്ലി അവനോട് പറയേണ്ടത്. കീഴ്ട്ട് വായിക്കുന്ന കാര്യങ്ങളെല്ലാം സോർ രാജാവിനെ കുറിച്ച് പറയുന്നതായ കാര്യമാണ്. നമ്മൾ പ്രവചന പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ സോരിനെയും ബാബിലോണിനെയും എല്ലാം രണ്ട് സാത്താന്യ ശക്തികളുടെ പ്രതിരൂപമായി പറയുന്ന പേരുകളാണ്. സോർ രാജാവ്, ബാബിലോൺ. സോരിനെയും ബാബിലോണിനെയും കുറിച്ച് പറയുന്നിടത്തെല്ലാം രണ്ട് സാത്താന്യ ശക്തികളെ കുറിച്ചാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. ഇനി വായിച്ചോ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നു ആകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. അവിടെ വായിക്കുമ്പോൾ ഈ വേദഭാഗത്തു നിന്നും ഈ രംഗം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പറയുന്നു, സോർ രാജാവ് എന്ന് പറയുന്നത് ഈ പിശാചിനെയാണ് കാണിക്കുന്നത്. നീ മാതൃകാമുദ്രയാകുന്നു. മാതൃകയ്ക്ക് അടയാളമായിരുന്നവൻ മാത്രമല്ല, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. സമ്പൂർണൻ, ജ്ഞാനസമ്പൂർണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, അറിവിൽ പൂർണ്ണനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനൊന്നും ഭൂമിയിലില്ല. എല്ലാ കാര്യങ്ങളും മനുഷ്യർക്കെല്ലാം അറിയില്ലല്ലോ. എന്നാൽ ഇവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു. ഇവൻ അറിയാൻ പാടില്ലാത്തത് ഒന്നുമില്ലായിരുന്നു. ജ്ഞാനസമ്പൂർണൻ, സൗന്ദര്യ സമ്പൂർണൻ. ഇല്ലേ, സൗന്ദര്യത്തിൽ സമ്പൂർണനാണ്, ഒരു കുറവുമില്ലാത്തവൻ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദേനിലായിരുന്നു. ദൈവം മനുഷ്യന് പാർക്കുവാനായി എല്ലാം സമർത്ഥമായുള്ള ഒരു ഏദൻ തോട്ടം നൽകിയതുപോലെ തന്നെ ഇവർക്ക് പാർക്കാനായി, ഈ മാലാഖമാർക്കായി ദൈവത്തിൻ്റെ തോട്ടമായ ഏദേൻ, അവിടെയാണ് ദൈവം അവരാക്കിയിരുന്നത്. വീണ്ടും താമ്രമണി, പീതരത്നം, വജ്രം, അങ്ങനെ എല്ലാ രത്നങ്ങളും കൊണ്ട് മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അവിടെ മലയാള പരിഭാഷയിൽ ഒരല്പം വ്യത്യാസമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാവോ വാക്യം, അതിൻ്റെ അവസാന ഭാഗം മാത്രം. അവിടെ ടാബ്ലറ്റ്സ് ആൻഡ് ഓഫ് ദൈ പൈപ്സ് എന്നാണ് കാണുന്നത്.
ആരെങ്കിലും കയ്യിലുണ്ടോ? പെട്ടെന്ന് എടുക്കാൻ പാകത്തിനുണ്ടോ? കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ സമയം കളയണ്ട. അവിടെ പറഞ്ഞിരിക്കുന്നത് ടാബ്രറ്റ്സ് ആൻഡ് ഓഫ് ദൈ പൈപ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാദസ്വരങ്ങളുടെയും കുഴലുകളുടെയും പണിയെന്നാണ്. അപ്പോൾ ഈ മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവരിലുള്ള നാദസ്വരങ്ങളുടെയും കുഴലുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. മാത്രമല്ല, ഈ ദൂതന്മാർ ചിറക് വിടർത്തുമ്പോൾ മനോഹരമായ സംഗീതം പുറപ്പെടും. അവരുടെ ആ ചിറക് വിടർത്തുമ്പോൾ, ആ ചിറകങ്ങ് വിടർത്തി പറക്കുമ്പോൾ മനോഹരമായ നാദസ്വരങ്ങൾ പുറപ്പെടുമെന്ന്, മനോഹരമായ സംഗീതം. ഇന്നത്തെയുള്ള കീബോർഡുകൾ, അങ്ങനെയുള്ളതായ ഏറ്റവും അത്യാധുനികമായ സംഗീത ഉപകരണങ്ങൾ, വാദ്യ ഉപകരണങ്ങൾ, അവയിൽ നിന്നൊന്നും പുറപ്പെടാൻ കഴിയാത്തതുപോലുള്ള അതിമനോഹരമായ സംഗീതം, മ്യൂസിക് അവരിങ്ങനെ ചിറക് വിടർത്തുമ്പോൾ പുറപ്പെടാൻ തക്കവണ്ണമാണ് ദൈവം അവരെ സൃഷ്ടിച്ചിരുന്നത്. അതാണ് നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള നാദസ്വരങ്ങളുടെയും കുഴലുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിലിരുത്തിയിരുന്നു. വിവരിക്കേണ്ട കാര്യം വിവരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ അന്തർഭാഗം, അവർ നിഷ്കളങ്കരായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ വലുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. ദൈവം അവന് കൊടുത്ത അനുഗ്രഹങ്ങൾ ഇച്ചിരി കൂടിപ്പോയി. ഓർക്കണം, നമുക്കൊക്കെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ അപ്പോസ്തലൻ ഓർക്കപ്പെടുന്നുണ്ടല്ലോ. പിശാചിന് പറ്റിയതുപോലെ പറ്റാതിരിക്കാൻ, പിശാചി വീണുപോയതല്ല വീഴാതിരിക്കാൻ, ആത്മീയ രംഗത്തുള്ളവർ പിശാചിന് വീഴ്ച സംഭവിച്ചതുപോലെ വീഴാതിരിക്കാൻ പുതിയ ശിഷ്യന് അരുതെന്ന് പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളിലൊന്നും അവരെ അങ്ങ് പൊക്കി നിർത്തരുത്. കാരണം അവൻ നിഗളിച്ചു പോകും. ഇച്ചിരി അധികം കിട്ടിക്കഴിഞ്ഞാലേ അഹങ്കാരം വരും. മനുഷ്യനല്ലേ. അതുകൊണ്ട് സഭയിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, പിശാചിന് വന്നതുപോലെ ഭവിക്കാതിരിക്കാൻ ഈ പെട്ടെന്ന് ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നവരൊക്കെ പിടിച്ച് പെട്ടെന്ന് അങ്ങ് പൊക്കരുതെന്ന്. കാരണം മനുഷ്യനാണ്, അവൻ്റെ അന്തർഭാഗം സാഹസം കൊണ്ടെന്നറിയും. അവൻ്റെ വീഴ്ചയ്ക്ക് അത് കാരണമായി തീരും, അവനെ നശിപ്പിക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ടാണ് പുതിയ ശിഷ്യൻ അരുതെന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് വലിയ ഉയർച്ച ലഭിക്കുമ്പോൾ എല്ലാവരും അങ്ങ് ആദരിക്കുന്നു, ഞാനങ്ങ് ഏതാണ്ടൊക്കെ ആയി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതാണ് സംഭവിച്ചത്. അവൻ്റെ വ്യാപാരത്തിൻ്റെ വലുപ്പം നിമിത്തം ദൈവം അവന് കൊടുത്തതായ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ഒക്കെ പെരുപ്പ നിമിത്തം അവൻ്റെ അന്തർഭാഗം സ്വാഗതം കൊണ്ട് നിറഞ്ഞു. അവൻ പാപം ചെയ്തു. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, യൂദാലേഖനത്തിൽ അങ്ങനെ പറയുന്നു, അവരെ ആക്കിയിരുന്ന അതിൽ ചിലടൊക്കെ വേണം. ദൈവം കൊടുത്തതിലൊന്നും അവരുടെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞൊരു പാപം ചെയ്തു. അങ്ങനെയാണ് ഇവർ. അപ്പോൾ ഈ മാലാഖമാർ അവർ സാഹസം കൊണ്ടങ്ങ് നിറഞ്ഞു. ദൈവം എല്ലാം കൊടുത്തു. പക്ഷേ അവർക്ക് ഇനിയും അതും പോരെ, ദൈവം തന്നത് പോരെ, ഇനി എൻ്റേതായ ചിലതൊക്കെ എടുത്ത് ചെയ്യണം. ദൈവം തരാത്ത കൃപകളും കൃപാവരങ്ങളും ഉപയോഗിക്കാൻ നോക്കുന്നു. ദൈവം തന്നിട്ടില്ല, പക്ഷേ ഒരു ദിവ്യനായി ആളുകളുടെ മുമ്പിൽ നടക്കണമല്ലോ. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. അപ്പോൾ അവൻ്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, അവൻ പാപം ചെയ്തു. ഈ ദൂതന്മാർ അവിടെ ദൈവമാക്കിയതായ ആ ബോഡി, ആ വാസസ്ഥലം വിട്ട് സോദോമും ഗോമോറയും നടന്നതുപോലെ നടക്കാൻ തക്കവണ്ണമുള്ള ഒരു ബോഡി അവർ ആഗ്രഹിച്ചു. ദൈവം അവരെ ഇതറിഞ്ഞു. ദൈവം അവരെ അഗാധകൂപത്തിൽ ദൈവം അവരെ അവിടെ നിന്നും പിടിച്ച് അന്ധകാരത്തിന് കീഴിൽ ചങ്ങലക്കിട്ടു. അവരെ ആക്കിയിരുന്നതിൽ തൃപ്തിയില്ലാത്തതിനാൽ ദൈവം അവരെ അഗാധകൂപത്തിൽ ചങ്ങലക്കിട്ടു. ഇവരെ ഒരു കൂട്ടത്തെ ഭൂമി സൃഷ്ടിച്ച് ഭൂമിയിൽ പാർപ്പിനാക്കി, മറ്റൊരു കൂട്ടത്തെ ചങ്ങലക്കിട്ട് അഗാധകൂപത്തിലാക്കി, മറ്റൊരു കൂട്ടത്തെ യൂഫ്രട്ടീസ് നദിയുടെ തടത്തിൽ പൂട്ടിയിട്ടു. അപ്പോൾ ഈ ബന്ധിക്കപ്പെട്ടിരുന്ന മാലാഖവരുണ്ട് കേട്ടോ. ഇന്ന് ലൂസിഫർ പ്രവർത്തിക്കുന്നു ആകാശത്തിൻ്റെ അധിപതിയായി. ഇന്ന് എല്ലാവരെയും തെറ്റിക്കാൻ തക്കവണ്ണം, മനുഷ്യനെ വീഴ്ത്തിക്കളയാൻ തക്കവണ്ണം ലൂസിഫർ പ്രവർത്തിക്കുന്നു. എന്നാൽ അതിനേക്കാളും ക്രൂരശക്തിയാണ് ഈ
ഇവനെ മനുഷ്യരുടെ ഇടയിൽ വിട്ടാൽ പിന്നെ കിട്ടില്ല, മനുഷ്യൻ ഒക്കത്തിനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അവരെ ദൈവം ഈ കൂട്ടത്തെ ചങ്ങലക്കിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചു. മറ്റൊരു കൂട്ടത്തെ യൂഫ്രട്ടീസ് നദിയുടെ തടത്തിൽ പൂട്ടിയിട്ടു. വെളിപ്പാട് 10:13-14. 9:13-14. ആറാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട്, യൂഫ്രാത്തേസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാനൊന്ന് തൊട്ട് വിശദീകരിക്കുന്നില്ല, പിന്നെ നമുക്ക് വിശദീകരിക്കാം. വേറൊരു കൂട്ടം 4 ദൂതന്മാരെ യൂഫ്രത്തോസ് എന്ന മഹാനദിയുടെ തീരത്ത് പൂട്ടിയിട്ടുണ്ട്. നമുക്ക് വെളിപ്പാട് 20 വരാം. വെളിപ്പാട് പുസ്തകം 20 വരാം. ഈ ദൂതന്മാരെ പൂട്ടിയിട്ടിരിക്കുന്ന ആ അഗാധ കൂപത്തിലേക്ക് ഈ ലൂസിഫറിനെ, സാത്താനും പിശാചും എന്ന പഴയ പാമ്പായ പിശാചിനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയ്ക്ക് ഇട്ടു. അവനെ ഇനിയും 1000 ആണ്ട് കഴിയുമ്പോൾ അഴിച്ചുവിടേണ്ടതാകുന്നു. 4-ാം വാക്യമാണ് പിന്നെ ആരംഭിക്കുന്നത്. വെളിപ്പാട് 24. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അപ്പോൾ ഒന്നല്ല, വെള്ളസിംഹാസനത്തെ കാണുന്ന ഇവിടെ അവിടെ പറയുമ്പോൾ ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അപ്പോൾ ക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ന്യായവിധിക്കായിട്ടിരിക്കുമ്പോൾ ആ രംഗം ഒന്നുകൂടെ, പശ്ചാത്തലം ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സാത്താനില്ല, പിശാച് പിന്നെ ഭൂമിയിലില്ല, മനുഷ്യനെ വീഴ്ത്തിക്കളയുന്ന ദുരാത്മാവില്ല, അവനെ എല്ലാം ഒടുക്കി കഴിഞ്ഞു. ഒരു കൂട്ടത്തെ ആ നേരത്തെ ചങ്ങലക്കിട്ട് അഗാധ കൂപത്തിലിട്ടു. ഇവനെ ഈ ലൂസിഫറിനെയും വലിയ ചങ്ങല കൊണ്ട് കെട്ടി, വലിയ ചങ്ങല കൊണ്ട് കെട്ടി അഗാധ കൂപത്തിലിട്ടു. എന്നിട്ടാണ് ന്യായാസനങ്ങൾ വയ്ക്കുന്നത്. ഏതാണ് ഈ ന്യായാസനങ്ങൾ? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-28 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-28 വാക്യങ്ങൾ. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ടതിനെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് ചോദിക്കുന്നതായൊരു ചോദ്യമാണ്. പത്രോസാണ് ചോദിക്കുന്നത്. അവനിങ്ങനെ മനസ്സിൽ പലതൊക്കെ കണക്ക് കൂട്ടി, എല്ലാം വിട്ടു. വെള്ളം ഉണ്ടായിരുന്നു, വലയുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, എല്ലാവരെയും വിട്ടിട്ട്, എല്ലാം വിട്ടിട്ട്, കർത്താവേ ഞങ്ങൾ നിൻ്റെ കൂടെ വന്നല്ലോ, ഞങ്ങൾക്ക് എന്നാ കിട്ടും? ഇങ്ങനെ നടന്നാൽ എന്നാ കിട്ടും? ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിന്നേറ്റ് നടന്നാൽ, ഞാനിങ്ങനെ അവഹേളിക്കപ്പെട്ടവനായി നടന്നാൽ, സമൂഹത്തിന് മുമ്പിൽ ഒരു വിലയില്ലാത്തവനായി ഞാൻ നടന്നാൽ, എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് കിട്ടാമായിരുന്ന, വേണമെങ്കിൽ അല്പം സൂത്രം ഉപയോഗിച്ചാൽ, അല്പം തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ, അല്പം വളഞ്ഞ വഴികൾ ഉപയോഗിച്ചാൽ എനിക്ക് കിട്ടാമായിരുന്ന, നേടിയെടുക്കാമായിരുന്ന സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പദവികളുണ്ട്, അംഗീകാരങ്ങളുണ്ട്, എല്ലാം വിട്ടു. ഒന്നും വേണ്ട ഈ ലോക ഇമ്പം, പ്രിയനെ നീ മതി എന്ന് തീരുമാനമെടുത്ത് ഞങ്ങൾ എല്ലാം വിട്ട് നിൻ്റെ പിന്നാലെ വന്നവരാണ്. കർത്താവേ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. എൻ്റെ യേശു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിന്ദിക്കപ്പെട്ടവരായി മാറുന്നു. ഇല്ലേ, ജനക്കൂട്ടം അവനെ എറിയാനായി കല്ലുകളാണ് എടുക്കുന്നത്. ആ ഓശാന പെരുന്നാളിൽ മാത്രമല്ലേ ഒരു അംഗീകാരം കിട്ടുന്നുള്ളൂ, അല്പനേരത്തേക്ക്. അല്ലാതെ അവൻ ദൈവാദിൽ ചെന്നപ്പോഴെല്ലാം അവൻ കല്ലുകളെടുത്തവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കളയുകയാണ് ചെയ്തത്. ആരുണ്ട് അംഗീകരിക്കാൻ? ഞങ്ങളും വിലയില്ലാത്തവരായി മാറിയല്ലോ.
ഞങ്ങളും എല്ലാം വിട്ട് നിന്റെ പിന്നാലെ വന്നല്ലോ. കർത്താവേ, ഞങ്ങൾ എല്ലാം വിട്ട് നിന്റെ പിന്നാലെ വന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്നതായ മറുപടിയാണ് 28-ാം വാക്യം നാം വായിച്ചത്. നിങ്ങൾ യേശുവോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ. ഈ വാക്കുകൾ പത്രോസിനോട് മാത്രമായി പറഞ്ഞു നിർത്തിയ വാക്കുകളല്ല. ഈ വാക്കുകൾ 12 അപ്പോസ്തലന്മാരോട് മാത്രമായി പറഞ്ഞു നിർത്തിയ വാക്കുകളല്ല. ഇന്ന് എല്ലാം വിട്ട് യേശുവിൻ്റെ പിന്നാലെ നടക്കാൻ തീരുമാനിച്ച എല്ലാവരോടുമുള്ള യേശുവിൻ്റെ വാക്കുകളാണ്. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൽ, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൽ പുനർജനനത്തിൽ. ഇവിടെ ചൂണ്ടുന്നത് ഈ തേജസ്സിൻ്റെ സിംഹാസനത്തിൻ്റെ ആ രംഗത്തേക്കാണ് ഇവിടെ ചൂണ്ടുന്നത് കർത്താവ്. അന്ന് നിങ്ങൾ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ, തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ, നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന ഇസ്രായേൽ ഗോത്രം 12നും ന്യായവിധി നടത്തുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 24 മൂപ്പന്മാരും അവരിയ്ക്കുന്നതായ 24 സിംഹാസനങ്ങളും കാണുന്നുണ്ട്. അത് 12 മൂപ്പന്മാർ പഴയ നിയമ ഇസ്രായേൽ 12 ഗോത്രങ്ങൾ ഇസ്രായേൽ സഭയെ കാണിക്കുന്നു. മറ്റ് 12 മൂപ്പന്മാർ പുതിയ നിയമ സഭയെ 12 അപ്പോസ്തലന്മാരാൽ പണിയപ്പെട്ട കർത്താവ് ഉപയോഗിച്ച് പണിതെടുത്തതായ സഭയെ കാണിക്കുന്നു. പുതിയ നിയമ വിശുദ്ധന്മാരെ കാണിക്കുന്നു. നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് എന്നോടുകൂടെ ഞാൻ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം കൊണ്ട് നമുക്കൊന്ന് വായിക്കാം. 25-ാം അധ്യായം 31-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്രൻ തേജസ്സോടെ വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. കർത്താവ് തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നമ്മളും ആ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. ഞാനും ആ കൂടെ ഉണ്ടാകും. എന്നെ അവനൊപ്പം വിളിച്ചിരുത്തും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടുമ്പോൾ, സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടുമ്പോൾ, സകല ജാതികളും, സകല ഭൂമിയിലുള്ള സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടുമ്പോൾ, സകല ജാതികളും ഒന്ന് വിറച്ച് ആ സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ, ഞാൻ എവിടെയാണ്? ഇന്ന് വിലയില്ലാത്ത ഞാൻ, ഇന്നെല്ലാം വിട്ടിറങ്ങിയതായ ഞാൻ, അന്ന് സകല ജാതിയുടെയും മുമ്പിൽ എൻ്റെ കർത്താവ് മഹത്വത്തിൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ഞാനും അവനോടുകൂടെ ഇരിക്കും. ഈ പ്രത്യാശ ഉള്ളിലുള്ളവരാരെല്ലാം ഉണ്ട്. നമ്മുടെ വില എന്താണ്? നമ്മുടെ സ്ഥാനം എന്താണ്? നമ്മുടെ പദവി എന്താണ്? എന്താണ് തല മുമ്പിട്ട് പോകുന്നത്? ആരെങ്കിലും നിന്ദിച്ചാൽ, ആരെങ്കിലും ഒറ്റപ്പെടുത്തിയാൽ, ആരെങ്കിലും മാറ്റി നിർത്തിയാൽ, വിലയില്ലാത്തവനായി കണ്ടാൽ എന്തിനാണ് വീര്യം കെട്ടുപോകുന്നത്? കണ്ണുകളെ അടയ്ക്കാൻ തല വണക്കം. കർത്താവേ, ഞങ്ങൾ നിൽക്കുന്ന ഒരു നാളുണ്ട്. ഈ പ്രത്യാശയാണ് വിശുദ്ധന്മാർ നിർത്തിയത്. ഈ പ്രത്യാശയാണ് സ്നേഹാന്മാർ നിർത്തിയത്. ഇന്ന് കർത്താവേ, ഞങ്ങൾ ഈ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുവാൻ, ഈ പ്രത്യാശകൾ നിറയപ്പെട്ടവരായി കർത്താവെ നിന്റെ വേല ചെയ്യുവാൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ നിന്റെ വേല ചെയ്യാൻ, വിശുദ്ധരായി ജീവിക്കാൻ, വിടേണ്ടതെല്ലാം വിട്ടുകളയാൻ, എല്ലാം വിട്ടുകളയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. എല്ലാ മഹത്വത്തോടെ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.